ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നൊവേല ഹൃദയസരസിലെ പ്രണയപുഷ്പം. അധ്യായം 1. യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിലെ ചതുരമേശയ്ക്ക് ഇരുവശത്തുമായി റോഷൻ എന്നും സിദ്ധാർത്ഥ് എന്നും പേരുള്ള 2 ഗവേഷണ വിദ്യാർത്ഥികൾ അവരുടെ കൂട്ടുകാരിയായ മാധുരി മേനോനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റിലേറെയായിരുന്നു. മേശപ്പുറത്തിരുന്ന കപ്പിൽ ബാക്കിയുണ്ടായിരുന്ന കോഫി എടുത്ത് സിദ്ധാർത്ഥ് ഒറ്റ വീർപ്പിൽ മോന്തി. കുനിഞ്ഞിരുന്ന് റോഷൻ റൈറ്റിംഗ് പാഡിൽ എന്തോ എഴുതുകയോ വരയ്ക്കുകയോ ആണ്. സിദ്ധാർത്ഥ് മൊബൈലെടുത്ത് മെസ്സേജ് ഒരിക്കൽ കൂടി വായിച്ചു. കം ടു ക്യാൻറ്റീൻ ഇമ്മീഡിയറ്റ്ലി. അവളെനിക്ക് മെസ്സേജ് തന്നത് 3:34 ഇപ്പോൾ 16 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവിടെ എത്താൻ വെറും 3 മിനിറ്റ് മതി, ഏറിയൽ 4. റൈറ്റിംഗ് പാഡിൽ നിന്ന് പേനയെടുത്തിട്ട് റോഷൻ അവനെ നോക്കി. എനിക്കും അവൾ മെസ്സേജ് അയച്ചത് അതേ സമയത്താണ്. കം ടു ക്യാൻറ്റീൻ ഇമ്മീഡിയറ്റ്ലി. ലാബിൽ നിന്ന് ഓടിയിറങ്ങിയ ഞാൻ വന്നേ, റോഷൻ പറഞ്ഞു. ഞാൻ ലൈബ്രറിയിലായിരുന്നു. നെറ്റിൽ ഒരു സാധനം സെർച്ച് ചെയ്ത് വിളിച്ചു നോക്കിയിട്ട് അവളുടെ സെൽ ഓഫ്. റോഷൻ വീണ്ടും റൈറ്റിംഗ് പാഡിലേക്ക് കുനിഞ്ഞു. നീ എന്താ ചെയ്യുന്നേ? അക്ഷമയുടെ സിദ്ധാർത്ഥ് ചോദിച്ചു. മാധുരിയുടെ ഒരു പോർട്രേറ്റ് താ നോക്കട്ടെ. സിദ്ധാർത്ഥ് കൈനീട്ടി. മേശയ്ക്ക് മീതെ കൂടി റോഷൻ അവന് റൈറ്റിംഗ് പാഡ് കൈമാറി. വെള്ളക്കടലാസിൽ ചിത്രമൊന്നും ഉണ്ടായിരുന്നില്ല. നീലമഷിയിൽ കോറിയിട്ട ചില വരികൾ മാത്രം. മിസ് മാധുരി മേനോൻ, വയസ്സ് 25, ഉയരം 5 അടി 5 ഇഞ്ച്, തൂക്കം 54 കിലോഗ്രാം, അളവ് 34, 29, 34, ഗവേഷണ വിദ്യാർത്ഥിനി, വിഷയം ബയോകെമിസ്ട്രി, ഡാഡി ചന്ദ്രദാസ് മേനോൻ, മമ്മി ശാലിനി മേനോൻ, ബോത്ത് സെറ്റിൽഡ് ഇൻ അമേരിക്ക. സിദ്ധാർത്ഥ് അത് വായിച്ചിട്ട് പൊട്ടിച്ചിരിച്ചു. 4-5 ടേബിളുകൾക്കപ്പുറത്ത് കലപിലെ സംസാരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ പെട്ടെന്ന് നിശബ്ദരായി. അവർ തലതിരിച്ച് അവനെയൊന്ന് നോക്കിയിട്ട് വീണ്ടും സംസാരം തുടർന്നു. നീ എന്താ ചിരിച്ചേ? റോഷൻ ചോദിച്ചു. എക്സലൻ്റ്. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഏതാണത്? 34, 29, 34, 54 കിലോയിൽ സംശയമില്ല? ഇല്ല. എങ്കിൽ എൻ്റെ ഊഹവും തെറ്റാനിടയില്ല. അപ്പോഴാണ് ക്യാമ്പസിലെ ഇറക്കമിറങ്ങി ടാർ റോഡിലൂടെ ഏകയായി മാധുരി വരുന്നത് അവർ കണ്ടത്. നീല ടൈറ്റ് ജീൻസും വെള്ളയിൽ റോസ് നിറത്തിൽ പൂക്കളുടെ പ്രിൻ്റുള്ള ടോപ്പുമായിരുന്നു അവളുടെ വേഷം. മുടി പോണിറ്റെയിൽ പോലെ കെട്ടിയിരുന്നു. ഇടതു ചുമലിൽ തൂക്കിയ ഹാൻഡ് ബാഗും വലതു കൈയിൽ മാറോട് ചേർത്ത് പിടിച്ച ഫയലും ഒരു പുസ്തകവും. ക്യാൻറ്റീനിലേക്ക് കയറി വന്ന് അവൾ റോഷൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും മേശയുടെ 3-ാമത്തെ വശത്തിരുന്നു. നീ എവിടെയായിരുന്നു ഇതുവരെ? സിദ്ധാർത്ഥ് ചോദിച്ചു. സോറിഡാ, ആ കൃഷ്ണൻകുട്ടി എന്നെ വിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടെഴുതിയ ഒരു ചാപ്റ്റർ ആകാശ്മലൻ നിഷ്കരണം വെട്ടി, അവൾ പറഞ്ഞു. കൃഷ്ണൻകുട്ടി എന്നുവെച്ചാൽ അവളുടെ ഗൈഡ് പ്രൊഫസർ കുട്ടിക്കൃഷ്ണൻ. 2 പേരെയും അവൾ ക്ഷമാപണത്തോടെ നോക്കി. അതോടെ 2 പേരും ക്ഷമിച്ചു. നിന്നെ വെയിറ്റ് ചെയ്ത് ബോറടിച്ചപ്പം റോഷൻ നിൻ്റെ ഒരു പോർട്രേറ്റ് വരച്ചിടി, സിദ്ധാർത്ഥ് പറഞ്ഞു. റോഷി, നിനക്കെന്നെ വരയ്ക്കാൻ അറിയാമോടാ? അവൾ അത്ഭുതഭാവത്തിൽ അവനെ നോക്കി. അല്പസ്വല്പം. എവിടെ നോക്കട്ടെ? സിദ്ധാർത്ഥിന് നേരെ അവൾ കൈനീട്ടി. റൈറ്റിംഗ് പാഡിൽ ക്ലിപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കടലാസെടുത്ത് അവൻ മാധുരിക്ക് കൊടുത്തു. അവൾ അത് മുഴുവൻ വായിച്ചിട്ട് മുഖമുയർത്തി റോഷനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. നീ ആൾ കൊള്ളാമല്ലോടാ. താങ്ക്സ് ഡാ. തൽക്കാലം ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ. അവൾ കടലാസ് 4ആയി മടക്കി ബാഗിൽ വെച്ചു. എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? റോഷൻ ചോദിച്ചു. പറയാം. അതിനു മുൻപ് ആരാ എനിക്കൊരു കോഫി വാങ്ങിത്തരുന്നേ? അവളെ കാത്തിരുന്ന നേരത്ത് റോഷനും സിദ്ധാർത്ഥും ഓരോ കോഫി കുടിച്ചിരുന്നു. എങ്കിലും സിദ്ധാർത്ഥ് 3 കോഫിക്ക് ഓർഡർ കൊടുത്തു. ആരെങ്കിലും ആനച്ചെവിടി എന്ന് കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് മാധുരി ചോദിച്ചു. എന്താണത്? റോഷന് മനസ്സിലായില്ല. നിലം പറ്റി വളരുന്ന ഒരുതരം ചെടിയാണത്. ആനയുടെ പാദം പോലെ വൃത്താകൃതിയിലുള്ള വലിയ ഇലകളാണതിൻ്റേത്, സിദ്ധാർത്ഥ് പറഞ്ഞു. കറക്റ്റ്. അതൊരു മെഡിസിനൽ പ്ലാന്റാണ് സിദ്ധു. നീ അതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവൾ ചോദിച്ചു. താന്നിമലയിൽ ഇഷ്ടം പോലെയുണ്ട്. കേരളത്തിലെ ചില ഔഷധ സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ചാണ് ബയോകെമിസ്ട്രിയിൽ മാധുരി ഗവേഷണം നടത്തുന്നത്. കോഫി വന്നു. റോഷി, നിന്റെ വർക്ക് എങ്ങനെ നടക്കുന്നു? അവൾ ചോദിച്ചു. തീരാറായി. 3 മാസത്തിനകം എന്തായാലും ഞാൻ തീസിസ് സബ്മിറ്റ് ചെയ്യും. ഫിസിക്സിലാണ് റോഷൻ റിസർച്ച് ചെയ്യുന്നത്. എനിക്ക് ഇത്തിരി ഡേറ്റ കളക്ഷൻ കൂടിയുണ്ട്. ഈ മാസം കൊണ്ട് അത് തീരും, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴേക്ക് ഞാനും എൻ്റെ വർക്ക് തീർക്കും. 4 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ ഡാഡിയും മമ്മിയും വരും.
എൻ്റെ മാരേജാണ് അവരുടെ പ്രധാന ഉദ്ദേശം. ഒരാളെ കണ്ടുവയ്ക്കാനാണ് അവരുടെ നിർദ്ദേശം. എന്നിട്ട് കണ്ടുവച്ചോ? റോഷൻ ചോദിച്ചു. ഉവ്വ, ഒന്നല്ല 2 പേരാ. അതിലൊരാളെ സെലക്ട് ചെയ്താൽ മാത്രം മതി. പെട്ടെന്ന് റോഷൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും ഹൃദയമിടിപ്പിൻ്റെ വേഗം കുതിച്ചുയർന്നു. സിദ്ധാർത്ഥ് കോഫി എടുത്ത് കുടിച്ചു. റോഷൻ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. പെട്ടെന്ന് റോഷൻ്റെ സെല്ലിൽ ഒരു മെസ്സേജ് വന്നു. അവൻ അതെടുത്ത് നോക്കി. ലാബിൽ നിന്ന് ക്രിസ്റ്റഫറാ, ഞാൻ പോവാണ്. സി യു ബോത്ത് ടുമോറോ. ബൈ. അവൻ ബാഗുമെടുത്ത് ക്യാൻറ്റീനിൽ നിന്നിറങ്ങി. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറെടുത്ത് അവൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. വാട്ട്സ് യുവർ പ്രോഗ്രാം? സിദ്ധാർത്ഥിനെ നോക്കി മാധുരി ചിരിച്ചു. ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലേക്ക് പോകുന്നു, അവൻ പറഞ്ഞു. എനിക്ക് കുറച്ച് ആനച്ചെവിടി കളക്ട് ചെയ്യണം. നാളെ തന്നെ. രാത്രിയിൽ വിളിക്കാം. ഓക്കെ. മാധുരി ഒരു ഓട്ടോ പിടിച്ച് അവൾ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന മിസ്സിസ് മാത്യൂസിൻ്റെ വീട്ടിലേക്ക് പോയി. 2 നില വീടാണ് മിസ്സിസ് മാത്യൂസിൻ്റെ ന്യൂസിലൻഡ് വില്ല. വർഷങ്ങളായി അവർ ന്യൂസിലൻഡിലായിരുന്നു. മിസ്റ്റർ മാത്യൂസ് മരിച്ചപ്പോൾ നാട്ടിലേക്ക് പോന്നതാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ പുറത്തുനിന്ന് കോണിപ്പടിയുണ്ട്. മാധുരിയുടെ മുറി മുകളിലാണ്. തൊട്ടടുത്ത മുറി റീതയുടേതാണ്. മുറിയിൽ ചെന്ന് വാതിലടച്ചു കഴിഞ്ഞ് ബാഗിൽ നിന്ന് ആ കടലാസ് എടുത്ത് അവൾ വീണ്ടും നോക്കി. 34, 29, 34. ഊറിച്ചിരിച്ചുകൊണ്ട് അവൾ നിലക്കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് സ്വയം പരിശോധിക്കാൻ തുടങ്ങി. അധ്യായം 2. സിദ്ധാർത്ഥിൻ്റെ സെൽഫോൺ മെഹ്റുബ പാടിയപ്പോൾ അവൻ ബാത്റൂമിലായിരുന്നു. ഷവറിൻ്റെ ശീൽക്കാര ശബ്ദത്തിൽ പാട്ട് മുങ്ങിപ്പോയി. ബാത്റൂമിൽ നിന്ന് വന്നപ്പോഴാണ് അവൻ മിസ് കോൾ കണ്ടത്. നോക്കിയപ്പോൾ മാധുരിയാണ്. അപ്പോൾ തന്നെ അവൻ അവളെ വിളിച്ചു. നീ എവിടെയായിരുന്നു? അവൾ ചോദിച്ചു. ബാത്റൂമിൽ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാ നിന്റെ മിസ് കോൾ കണ്ടത്, അവൻ പറഞ്ഞു. നിന്റെ ശബ്ദത്തിൽ കിടുകിടുപ്പുണ്ടല്ലോ. വെള്ളത്തിന് തണുപ്പ് കൂടുതലായിരുന്നോ? അതെ. എന്നാ പിന്നെ ഡ്രസ്സ് ചെയ്തിട്ട് വിളിക്ക്. ഇളകി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നിന്നോട് സംസാരിക്കുമ്പോൾ ഇതാ രസം. എന്തിനാ നീ വിളിച്ചേ? നാളെ രാവിലെ എന്നെ താന്നിമലയിലേക്ക് കൊണ്ടുപോകാവോ നിനക്ക്? എനിക്ക് കുറേ ആനച്ചെവിടി കളക്ട് ചെയ്യണം. പോകാം. എപ്പം വരണം ഞാൻ? അവൻ ചോദിച്ചു. വാട്ട് അബൌട്ട് 9? ഓക്കെ, 9 ആകുമ്പോൾ ഞാൻ ന്യൂസിലൻഡിൽ വരാം. സംസാരം അവസാനിപ്പിച്ച് മാധുരി ഫോൺ കിടക്കയിലേക്ക് വെച്ചു. ആരാ വിളിച്ചേ? റോഷനോ സിദ്ധാർത്ഥോ? റീത ചോദിച്ചു. മാധുരിയുടെ വാക്ക്മാനിൽ പാട്ട് കേൾക്കുകയായിരുന്നു അവൾ. സിദ്ധാർത്ഥ്. അവൻ നിനക്ക് നല്ല ചേർച്ചയാണ്, റീത പറഞ്ഞു. റോഷൻ മോശമാണോ? മാധുരി ചോദിച്ചു. അവനും നല്ല ചേർച്ചയാണ്. മാധുരി പൊട്ടിച്ചിരിച്ചു. പിറ്റേന്ന് രാവിലെ 9 ആയപ്പോൾ സിദ്ധാർത്ഥ് അവൻ്റെ ബൈക്കിൽ ന്യൂസിലൻഡിലെത്തി. ബൈക്ക് താഴെ വെച്ചിട്ട് അവൻ കോണിപ്പടി കയറി മുകളിലേക്ക് വന്നു. താന്നിമലയിലേക്ക് പോകാൻ മാധുരി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ജീൻസും ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം. സിദ്ധാർത്ഥ് അവളെ അടിമുടിയൊന്നു നോക്കി. ഇത്തിരി ട്രക്കിംഗ് ഉണ്ട്. നിന്റെ ഹൈ ഹീൽഡ് ചെരുപ്പൊന്നും പറ്റില്ല, അവൻ പറഞ്ഞു. പിന്നെന്ത് ചെയ്യും? താന്നിമലയിൽ മുള്ളമുരട് മൂർഖൻ പാമ്പുകളൊക്കെ കാണും. ഷൂ വേണം. ക്യാൻവാസ് ഷൂ മതിയോ? അവൾ ചോദിച്ചു. മതി. അവൾ ബെഡിൻ്റെ അടിയിൽ നിന്ന് 2 ഷൂസ് തപ്പിയെടുത്തു. കസേരയിലിരുന്നു കൊണ്ട് അവൾ അവ കാലിലിടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. നല്ല ഇറുക്കം. സിദ്ധാർത്ഥ് നിലത്തേക്കിരുന്ന് കൈകൾ കൊണ്ട് ഇത്തിരി ബലം പ്രയോഗിച്ച് അവളുടെ പാദങ്ങൾ 2ഉം ഷൂസിനുള്ളിലാക്കി. ഒരു പെണ്ണിൻ്റെ കാല് പിടിക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ ദൈവമേ, കളിമട്ടിൽ അവൻ പറഞ്ഞു. സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ കാലിൽ സ്പർശിക്കാൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായി കരുതുന്നവരുണ്ട്, അവൾ പറഞ്ഞു. അവൻ ചിരിച്ചു. ആനച്ചെവിടി ശേഖരിക്കാനായി മാധുരി ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്തു. കൂളിംഗ് ഗ്ലാസ് എടുത്തോ, നല്ല വെയിൽ കാണും. നിന്റെ കണ്ണ് ചീത്തയാകണ്ട, സിദ്ധാർത്ഥ് പറഞ്ഞു. മാധുരി ഗോഗിൾസ് എടുത്ത് ധരിച്ചു. നിന്റെ കൂട്ടുകാരിയില്ലേ ഇവിടെ? അവൾ മുറി പൂട്ടുമ്പോൾ അവൻ ചോദിച്ചു. റീതയോ? അവൾ റൂമിൽ കാണും. വിളിക്കണോ? അയ്യോ വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പോഴാണ് റീതയുടെ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടത്. മുകളിലുള്ള 3 മുറികളും ഹാളിലേക്കാണ് തുറക്കുന്നത്. നീ ഇന്ന് നേരത്തെ പോവുകയാണോ? റീത ചോദിച്ചു. യൂണിവേഴ്സിറ്റിയിലേക്കല്ല, കുറച്ച് സ്പെസിമെൻ കളക്ഷൻ. സിദ്ധുവാണ് ഇന്നെൻ്റെ ഗൈഡ്, മാധുരി പറഞ്ഞു. ഞാനും ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്കില്ല. എൻ്റെ ക്ലാസ്മേറ്റ് ജിനുവിൻ്റെ എൻഗേജ്മെൻ്റായിന്ന്. റീത സൈക്കോളജി MPhil വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾ പോയിട്ട് വരാമെടി. സിദ്ധാർത്ഥും മാധുരിയും താഴേക്കിറങ്ങിപ്പോയി. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾ പിന്നിൽ കയറിയിരുന്നു. വണ്ടി ഒന്ന് കുതിച്ച് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പാഞ്ഞുപോയി. റീത അത് നോക്കി ഒരു നെടുവീർപ്പോടെ നിന്നു. അധ്യായം 3. 13ാമത്തെ തവണയും മാധുരിയെ വിളിച്ചിട്ട് റോഷൻ അവളെ കിട്ടിയില്ല. ഔട്ട് ഓഫ് റേഞ്ച്. റോഷനെ അസ്വസ്ഥനാക്കിയത് അതുമാത്രമല്ല,
സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് അവനും ഔട്ട് ഓഫ് റേഞ്ച്. രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും മുങ്ങിയതാണോ? എങ്കിൽ പോലും വിഷമമില്ല. പക്ഷേ ഒരു വാക്ക് പറയാതെ. ലാബിൽ അവൻ ഉച്ചവരെ ചെലവഴിച്ചു. ലഞ്ച് കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ അവൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു. മാധുരി വന്നിട്ടുണ്ടെങ്കിൽ അവൾ ലാബിൽ കാണും. കോറിഡോറിൽ വെച്ച് അവൻ സുനിതയെ കണ്ടു. മാധുരി ഇന്ന് വന്നില്ലല്ലോ റോഷൻ. കണ്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞു, ഇന്ന് വരില്ലെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. റോഷൻ മെല്ലെ തിരിഞ്ഞു നടന്നു. അവൻ പിന്നെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത്. സിദ്ധാർത്ഥ് സാധാരണ ബൈക്ക് വെക്കാറുള്ള സ്ഥലത്ത് അവൻ്റെ ബൈക്ക് കണ്ടില്ല. അപ്പോൾ അവനും വന്നിട്ടില്ല. എവിടേക്കാണ് രണ്ടുപേരും കൂടി പോയത്? ലഞ്ച് കഴിക്കാൻ അവൻ ക്യാൻറ്റീനിലേക്ക് ചെന്നു. മേശയുടെ എതിർവശത്ത് ക്രിസ്റ്റഫറും നിലീനയുമാണ് ഇരുന്നത്. എടാ, 2 മണിക്ക് ഒരു പടമുണ്ട്, കാണാൻ പോകാം, ക്രിസ്റ്റഫർ ചോദിച്ചു. എന്തു പടം? റോഷന് മനസ്സിലായില്ല. സൈലൻസ് ഓഫ് ദി ലാംബ്സ്. ഓസ്കർ കിട്ടിയ ഫിലിമാണ്, നിലീന പറഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പസിൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം അപ്പോഴാണ് റോഷൻ ഓർമ്മ വന്നത്. മാധുരി വായിച്ച നോവലാണത്. ഒരിക്കൽ അതിനെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട്. അവൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ സിനിമ കാണുമായിരുന്നു. എവിടെയാണ് അവൾ പോയത്? റോഷൻ വാച്ചിൽ നോക്കി. മണി 1 കഴിഞ്ഞ് 20 മിനിറ്റ്. ഞാൻ വന്നേക്കാം, അവൻ ക്രിസ്റ്റഫറിനോട് പറഞ്ഞു. മിസ്സസ് മാത്യൂസിൻ്റെ ന്യൂസിലൻഡിലേക്ക് പോകാൻ 10 മിനിറ്റ് മതി. കാറെടുത്ത അപ്പോൾ തന്നെ അവൻ പോയി. റോഷൻ ചെന്നപ്പോൾ റീഡേഴ്സ് ഡൈജസ്റ്റ് വായിച്ചുകൊണ്ട് മിസ്സിസ് മാത്യൂസ് മുൻവശത്തുണ്ടായിരുന്നു. ഹായ് മിസ്സിസ് മാത്യൂസ്, അവൻ പറഞ്ഞു. ഹായ് റോഷൻ, ഇപ്പോൾ ഇങ്ങോട്ട് കാണാറേയില്ലല്ലോ. ഡൈജസ്റ്റ് അടച്ച് മിസ്സിസ് മാത്യൂസ് എഴുന്നേറ്റു. സമയം കിട്ടാറില്ല. ഹൗ ഈസ് യുവർ റിസർച്ച് ഗോയിങ് ഓൺ? സെയിലിംഗ് സ്മൂത്ത്ലി. മിസ്സിസ് മാത്യൂസ് വൃത്തിയുള്ള പല്ലുകൾ കാട്ടി ചിരിച്ചു. 55 വയസ്സ് കാണും മിസ്സിസ് മാത്യൂസിന്. ചെറിയ പൂക്കളുടെ പ്രിൻ്റുള്ള ഫ്രോക്കാണ് അവർ ധരിച്ചിരിക്കുന്നത്. മുടി ക്രോപ്പ് ചെയ്തിരിക്കുന്നു. മാധുരിയെ കാണാനാ? അവർ ചോദിച്ചു. യാ. ഐ അഫ്രൈഡ് ഷീ ഈസ് നോട്ട് അപ്സ്റ്റേഴ്സ്. എവിടെ പോയതാണെന്നറിയാമോ മിസ്സിസ് മാത്യൂസിന്? നോ മാൻ. റീത മുകളിലുണ്ടെന്ന് തോന്നുന്നു. യു ആസ്ക് ഹർ. താങ്ക് യു മിസ്സിസ് മാത്യൂസ്. റോഷൻ മുകളിലേക്ക് കയറി ചെന്നു. മാധുരിയുടെ മുറി അടഞ്ഞു കിടക്കുന്നു. അവൻ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു നോക്കി. ലോക്ക് ചെയ്തിരിക്കുകയാണ്. റീതയുടെ മുറിയും അടഞ്ഞു കിടക്കുകയാണ്. റോഷൻ ഒന്ന് സംശയിച്ചു. എന്നിട്ട് വാതിലിൽ മൃദുവായി മുട്ടി. ഉള്ളിലെന്താ ശബ്ദം കേട്ടു. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. സ്ലീവ്ലെസ് ടോപ്പും കാൽമുട്ടിന് താഴെ വരെ എത്തി നിൽക്കുന്ന മിടിയുമായിരുന്നു റീതയുടെ വേഷം. റോഷനെ കണ്ട് അവൾ ഒന്ന് പരിങ്ങിയെങ്കിലും പെട്ടെന്ന് പുഞ്ചിരിച്ചു. റോഷനായിരുന്നോ? ഞാൻ വിചാരിച്ചു. പ്ലീസ് കമിൻ, അവൾ പറഞ്ഞു. ഇരിക്കാൻ സമയമില്ല റീത, ഞാൻ വന്നത് മാധുരിയെ കാണാൻ. അത് മനസ്സിലായി. അവളുടെ റൂമിൽ എത്ര നേരം വേണമെങ്കിലും നീ ഇരിക്കും. എൻ്റെ റൂമിൽ 2 മിനിറ്റ് ഇരിക്കാൻ പോലും നിനക്ക് സമയമില്ല. റീത പരിഭവിക്കുന്നത് കേട്ട് അവൻ അത്ഭുതപ്പെട്ടു. അത്രയ്ക്ക് അടുപ്പമൊന്നുമില്ല അവളുമായിട്ട്. അതല്ല റീത, 2 മണിക്ക് ഒരു ഫിലിമുണ്ട്, ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ. മാധുരിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള പടമാണ്. അവളുണ്ടെങ്കിൽ വിളിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ. അവൾ രാവിലെ സിദ്ധാർത്ഥിൻ്റെ ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു. ഇതുവരെ തിരിച്ചെത്തിയില്ല. ഡിപ്പാർട്ട്മെൻറ്റിലില്ലേ? റീത ചോദിച്ചു. വന്നിട്ടില്ല. 2 പേരും കൂടിയല്ലേ പോയത്. ഇനി വരുമ്പം ഒരു നേരമാകും. മിക്ക ദിവസവും അവൻ അവളുടെ റൂമിൽ വരാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് അവൾ നിന്റെ പെണ്ണാണെന്നായിരുന്നു. റോഷൻ ഒരു വിളറിയ ചിരി ചിരിച്ചു. 2 മണിക്ക് ഏത് ഫിലിമാ സ്ക്രീൻ ചെയ്യുന്നേ? റീത ചോദിച്ചു. ദി സൈലൻസ് ഓഫ് ദി ലാംബ്സ്, അവൻ പറഞ്ഞു. എനിക്കത് കാണണമെന്നുണ്ട് റോഷൻ, ഞാനും വരുന്നു. അവൻ്റെ മറുപടിക്ക് കാക്കാതെ അവൾ വേഷം മാറാൻ തുടങ്ങിയപ്പോൾ അവൻ താഴെ ചെന്ന് കാറിലിരുന്നു. അധ്യായം 4. 2 മണിക്ക് സിനിമ തുടങ്ങി. റോഷൻ്റെ തൊട്ടടുത്ത സീറ്റിലാണ് റീത ഇരുന്നത്. മനോഹരമായ സിനിമയായിരുന്നു അത്. പക്ഷേ ഇടയ്ക്കൊക്കെ റോഷൻ്റെ മനസ്സ് പാറിപ്പറന്നു പോയി. സ്റ്റുഡൻറ് സെൻറ്ററിലെ ഓഡിറ്റോറിയത്തിലാണ് സ്ക്രീനിംഗ് നടന്നത്. ഓഡിറ്റോറിയം കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇടയ്ക്ക് റീത അവൻ്റെ ചുമലിലേക്ക് ചാരിയിരുന്നു. അവൾ എപ്പോഴോ ഉപയോഗിച്ച ഷാംപൂവിൻ്റെ വളരെ നേർത്ത ഒരു സുഗന്ധം അപ്പോൾ അവന് അനുഭവപ്പെട്ടു. ഷോ തീരുമ്പോൾ കാണികൾക്കിടയിൽ മാധുരിയും സിദ്ധാർത്ഥും ഉണ്ടാവുമെന്നാണ് റോഷൻ പ്രതീക്ഷിച്ചത്. എല്ലാവരും പിരിഞ്ഞു പോകുന്നതുവരെ അവൻ പുറത്ത് കാത്തുനിന്നു. പക്ഷേ അവരെ കണ്ടില്ല. റോഷൻ ആരെയാ വെയിറ്റ് ചെയ്യുന്നത്? ഒടുവിൽ റീത വന്ന് ചോദിച്ചു. ഏയ്, ആരെയും വെയിറ്റ് ചെയ്യുവല്ല. ലാബിലേക്ക് പോണോ അതോ ലൈബ്രറിയിൽ പോണോ എന്നാലോചിക്കുകയായിരുന്നു ഞാൻ. യു ആർ നോട്ട് ഗോയിങ് ടു ദ ലാബ് ഓർ ലൈബ്രറി, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. മനസ്സിലാകാത്ത മട്ടിൽ അവൻ അവളെ നോക്കി. യു ആർ ഗോയിങ് ഹോം വയ ന്യൂസിലൻഡ് സോ ദാറ്റ് യു ക്യാൻ ഗിവ് മി എ ലിഫ്റ്റ്. ആലോചിച്ചപ്പോൾ അതൊരു നല്ല നിർദ്ദേശമാണെന്ന് റോഷന് തോന്നി.
4 മണിയായി. ഇനി വീട്ടിലേക്ക് പോകാം. മാധുരി തിരിച്ചെത്തിയോ എന്നും കൂട്ടത്തിലറിയാം. എനി ഒബ്ജക്ഷൻ? റീത ചോദിച്ചു. നോ, വി ആർ ഗോയിങ്. അവർ കാറിൽ ചെന്ന് കയറി. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. റോഷൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾ പറഞ്ഞു. ഓ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നാൽ അവർ 1 മാസം കൊണ്ട് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു തരും. അവൻ പറഞ്ഞു. കാറുള്ള ഫ്രണ്ട്സ് സഹായിച്ചാൽ 1 മാസം പോലും വേണ്ട, അവൾ പറഞ്ഞു. അവൻ ചിരിച്ചു. എൻ്റെ കോഴ്സ് തീരാൻ ഇനി 3 മാസമേ ഉള്ളൂ, റീത പറഞ്ഞു. അപ്പോഴേക്ക് ഞാനും തീസിസ് സബ്മിറ്റ് ചെയ്യും. വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? അവൾ ചോദിച്ചു. ടീച്ചിങ് എനിക്കിഷ്ടമാണ്. ISROയിൽ സയൻറ്റിസ്റ്റായിട്ട് കിട്ടിയാലും പോകും. സിദ്ധാർത്ഥിന് സ്റ്റേറ്റ്സിലേക്ക് പോകാനാ ഉദ്ദേശം. റോഷൻ പെട്ടെന്ന് തലതിരിച്ച് റീതയെ ഒന്ന് നോക്കി. ആര് പറഞ്ഞു തന്നോട്? മാധുരി. അവൻ പെട്ടെന്ന് നിശബ്ദനായി. അവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ടീച്ചിങ് ഫാക്കൽറ്റിയായി കയറാൻ പറ്റുമെന്നാ അവൾ പറയുന്നത്. ന്യൂസിലൻഡ് വില്ല എത്തി. മുൻവശത്ത് സിദ്ധാർത്ഥിൻ്റെ ബൈക്ക് ഇരിപ്പില്ല. ഭാഗ്യം, അവൻ മാധുരിയുടെ മുറിയിലില്ല. റീത കാറിൽ നിന്നിറങ്ങി. റോഷൻ മുകളിലേക്ക് വരുന്നില്ലേ? കുറച്ചുനേരം ഇരുന്നിട്ട് പോകാം, അവൾ പറഞ്ഞു. നോ റീത, പോകാൻ ധൃതിയുണ്ട്, അവൻ ഒഴിഞ്ഞു. ഐ നോ വൈ യു ആർ റിലക്റ്റൻറ്റ്. വൈ ഷുഡ് ഐ? ബിക്കോസ് ഓഫ് മാധുരി. റോഷൻ ഒരു ചിരി വരുത്തി. അവൾ എൻ്റെ ആരുമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ? അവൾ എന്തായാലും തിരിച്ചെത്തിയിട്ടില്ല. കണ്ടില്ലേ ആ ലെഫ്റ്റ് വിൻഡോ അടഞ്ഞു കിടക്കുന്നത്? റീത പറഞ്ഞു. റോഷൻ മുകളിലേക്ക് നോക്കി. മാധുരിയുടെ ജനാല അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ പോവുക റീത. റോഷൻ റിവേഴ്സ് എടുത്ത് തിരിച്ചു പോകുന്നത് നോക്കി റീത നിന്നു. പിന്നെ നിസ്സഹായതയോടെ ചുമലുകൾ രണ്ടും ഒന്നുയർത്തിയിട്ട് കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. വീടിൻ്റെ ഗേറ്റ് കിടന്ന് കാർ അകത്തേക്ക് കിടക്കുമ്പോഴാണ് ഡാഷ്ബോർഡിൻ്റെ മീതെ വെച്ചിരുന്ന സെൽഫോൺ ബെല്ലടിച്ചത്. ഇടത് കൈകൊണ്ട് റോഷൻ അതെടുത്ത് നോക്കി. മാധുരിയാണ്. ആ കോൾ എടുക്കാൻ അവന് തോന്നിയില്ല. ബെല്ലടിച്ച് അത് സ്വയം നിന്നു. എന്താടാ ഇന്ന് നേരത്തെ? സുഭദ്ര അവനോട് ചോദിച്ചു. എന്നും സന്ധ്യ കഴിഞ്ഞ് വന്നാൽ മതിയെന്നാണോ അമ്മ പറയുന്നത്? സന്ധ്യ കഴിഞ്ഞും ചിലപ്പോൾ രാത്രിയിലുമല്ലേ നീ മിക്ക ദിവസവും വരാറുള്ളത്? അതുകൊണ്ട് ചോദിച്ചതാ. ചായ എടുക്കട്ടെ? കടുപ്പത്തിൽ തന്നെ ഒരെണ്ണം പോരട്ടെ, അവൻ പറഞ്ഞു. അമ്മ കൊടുത്ത ചായ കുടിച്ചിട്ട് റോഷൻ ഇന്ത്യ ശ്രീലങ്ക വൺഡേ മാച്ചിൻ്റെ ബാക്കി ഭാഗം കണ്ടു. ഇടയ്ക്ക് 3 തവണ മാധുരിയുടെ വിളി വന്നു. 3ഉം അവൻ എടുത്തില്ല. 4ാമത് വിളിച്ചത് സിദ്ധാർത്ഥാണ്. റോഷൻ ആ കോൾ എടുത്തു. നീ എവിടെയായിരുന്നു? സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാനല്ലേ അത് ചോദിക്കേണ്ടത്. നീ എവിടായിരുന്നു? റോഷൻ തിരിച്ചു ചോദിച്ചു. മാധുരിയെയും കൊണ്ട് ഞാൻ താന്നിമല പോയേക്കുമായിരുന്നു, ആനച്ചെവിടി കളക്ട് ചെയ്യാൻ. അവിടെ ചെന്നപ്പോൾ അങ്ങനൊരു സാധനത്തിൻ്റെ വേര് പോലും അവിടില്ല. പിന്നെ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ പോയി 27 കിലോമീറ്റർ. അവിടെ ചെന്നപ്പോൾ പറമ്പിൽ ആനച്ചെവിടിയുടെ പൂരം. റോഷൻ ഒന്നും മിണ്ടിയില്ല. മാധുരി നിന്നെ കുറേ നേരമായി വിളിക്കുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തത്? കേട്ടിട്ട് വേണ്ട എടുക്കാൻ. സെല്ല് ഞാൻ കാറിൽ വെച്ച് മറന്നു. ദാ ഇപ്പം പോയി എടുത്തതേയുള്ളൂ. നീ അവളെ ഒന്ന് വിളിക്ക്. അവൾ വല്ലാതെ അപ്സെറ്റാണെന്ന് തോന്നുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. വിളിക്കാം. സിദ്ധാർത്ഥ് കോൾ അവസാനിപ്പിച്ചപ്പോൾ റോഷൻ സെല്ല് വീണ്ടും സെറ്റിയിൽ വെച്ചിട്ട് ESPN കാണാനിരുന്നു. ചൈനീസ് പെൺകുട്ടികളും ജാപ്പനീസ് പെൺകുട്ടികളും വോളിബോൾ കളിക്കുന്നു. എന്തൊരു സ്മാഷ്! വീണ്ടും മാധുരിയുടെ വിളി വന്നു. അവൻ അതെടുത്തു. റോഷി, നീ എന്നോട് പിണങ്ങിയാണോ? അവൾ ചോദിച്ചു. എന്തിനാ സച്ച് എ സില്ലി ക്വസ്റ്റ്യൻ? സോറി, രാവിലെ സിദ്ധുവും ഞാനും കൂടി സ്പെസിമെൻ കളക്ഷന് വേണ്ടി പോയി. ചെന്നപ്പോഴാ താന്നിമലയിൽ റേഞ്ചില്ലാന്ന് അറിയുന്നേ. അവിടുന്ന് സിദ്ധുവിൻ്റെ തറവാട്ടിൽ പോയി. നല്ല അസല് വില്ലേജ്. അവിടുന്ന് ഊണും ചായയും തന്നിട്ടാ അവർ ഞങ്ങളെ വിട്ടേ, അവൾ പറഞ്ഞു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചെന്നറിയാമോ? സോറിയിടാ, പോകും മുമ്പ് വിളിക്കാൻ സാധിച്ചില്ല. സിദ്ധുവും പലതവണ ട്രൈ ചെയ്തു. നീ ഇവിടെ വന്നിരുന്നുവല്ലേ? യെസ്, റീത പറഞ്ഞു. ഫിലിം കണ്ട കാര്യവും അവൾ പറഞ്ഞു. ഐ ഫെൽ ജലസ്. ആ പടം കാണാൻ നിന്റെ കൂടെ ഞാനാണ് വേണ്ടിയിരുന്നത്. നീ സിദ്ധുവിൻ്റെ കൂടെ ചുറ്റാൻ പോയതിന് എനിക്ക് ഒട്ടും ജലസി ഫീൽ ചെയ്തില്ല. അവൾ ഒരു നിമിഷം നിശബ്ദയായി. സോറിയിടാ. പിന്നെ അവൾ പറഞ്ഞു. ഗുഡ് നൈറ്റ്. റോഷൻ സെൽ ഓഫ് ചെയ്തു വെച്ചു. അധ്യായം 5. റോഷൻ ലാബിലായിരുന്നു. മാധുരിയുടെ മെസ്സേജ് വന്നപ്പോൾ അവൻ അതെടുത്ത് നോക്കി. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ക്യാൻ യു കം? എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ റോഷന് കഴിഞ്ഞില്ല. ഒരു എക്സ്പെരിമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ 30 മിനിറ്റ് കഴിയും തോറും റീഡിംഗ് എടുത്തുകൊണ്ടിരിക്കണം. അവൻ ലാബിൽ നിന്ന് വെളിയിലിറങ്ങി മാധുരിയെ വിളിച്ചു. എവിടെയാണ് നീ? അവൻ ചോദിച്ചു. റൂമിലാണ്. ക്ഷീണിതമായിരുന്നു അവളുടെ സ്വരം. എന്തുപറ്റി? ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കുളിര്. ബോഡി പെയിനുമുണ്ട്. ഇന്നലെ സിദ്ധുവിൻ്റെ കൂടെ കുറേ അലഞ്ഞു.
ഇഷ്ടം പോലെ വെയിൽ കൊണ്ടു. റോഷിയുടെ കാറിൽ ഇന്നോ നാളെയോ പോകാമെന്ന് അവൻ ഒരുപാട് നിർബന്ധിച്ചതാ. പക്ഷെ ഞാൻ വഴങ്ങിയില്ല. റോഷിന് എവിടേക്കോ വല്ലാതെ നൊന്തു. ഞാൻ വരാം. അവൻ വേഗം ലാബിലേക്ക് കയറി ചെന്നു. റീഡിംഗ് എടുക്കാൻ ആരെയെങ്കിലും മതി. ആരെ ഏൽപ്പിക്കും? പെട്ടെന്ന് നിലീനയുടെ മുഖമാണ് അവന് ഓർമ്മ വന്നത്. അവൻ ചെന്നപ്പോൾ MSc ക്ലാസ്സിൽ അവളുണ്ടായിരുന്നു. നിലീന, എനിക്കൊരു എമർജൻസി. മാധുരിക്ക് സുഖമില്ല. ഞാൻ അവളുടെ അടുത്തേക്ക് പോവുകയാണ്. വിൽ യു ഡു മീ എ ഫേവർ? ടെൽ മീ. നീ വാ. അവളെ അവൻ ലാബിലേക്ക് കൊണ്ടുപോയി. അവൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ദാ ഇപ്പോൾ 11:35. 12-ന് അടുത്ത റീഡിംഗ് നോക്കണം. ഞാൻ ഏറ്റു. അവൾ പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ലേറ്റാകും. ഐ വിൽ ബി ഹിയർ അപ് ടു 5. അതിനു മുൻപ് ഞാനെത്തും. കാറെടുത്ത് റോഷൻ അപ്പോൾ തന്നെ ന്യൂസിലൻഡിലേക്ക് പോയി. മുകളിൽ ഇടതുവശത്തെ ജനാല തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. കോണിപ്പടികൾ അവൻ ഓടിക്കയറി. വാതിൽ ചാരിയിട്ടേ ഉള്ളായിരുന്നു. പൊതിച്ചു മൂടി കിടക്കുകയായിരുന്നു മാധുരി. അവൻ ചെന്നത് അവൾ അറിഞ്ഞില്ല. മധു. കിടക്കയിലിരുന്ന് അവൻ വിളിച്ചു. അവൾ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു. അവനെ കണ്ടതോടെ അവളുടെ ചുണ്ടുകളിൽ ഒരു വാടിയ പുഞ്ചിരി വിടർന്നു. വയ്യ റോഷി. അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. തീ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. ഗെറ്റ് റെഡി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, അവൻ പറഞ്ഞു. വേണ്ട, കുറച്ചു നേരം നീ എൻ്റെ അടുത്തിരുന്നാൽ മതി. ഐ ഫീൽ വെരി ലോൺലി. കുറച്ച് കഴിയുമ്പം എല്ലാം മാറും. എനിക്കൊരു കോഫി ഉണ്ടാക്കിത്താ. മിസ്സസ് മാത്യൂസ് താഴെയില്ലെന്ന് തോന്നുന്നു. ഒരു കോഫി കൊണ്ടൊന്നും അവളുടെ പനി ഇറങ്ങുകയില്ലെന്ന് അവന് തോന്നി. നമ്മൾ ആദ്യം ഡോക്ടറെ കാണുന്നു, അത് കഴിഞ്ഞു കോഫി. അവൻ പൊതുപ്പെടുത്തു മാറ്റി. അവൾ ഒരു വെള്ളക്കുർത്തയും പൈജാമയുമാണ് ധരിച്ചിരുന്നത്. ഡ്രസ്സൊക്കെ ഇത് മതി. നീ വാ, നമുക്ക് പോകാം. അലമാരയിൽ വൂളൻ ഷാൾ ഉണ്ടായിരുന്നു. അതെടുത്ത് അവളെ ചുമലിൽ കൂടി പുതപ്പിച്ച് അവൻ താഴേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു. ഡോക്ടർ മോഹൻദാസിൻ്റെ ക്ലിനിക്കിലേക്കാണ് മാധുരിയെ അവൻ കൊണ്ടുപോയത്. നത്തിങ് ടു വറി. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. അതോടെ ടെമ്പറേച്ചർ കുറയും. ഒരുതരം വൈറൽ ഫീവറാണ്. 4 ദിവസം റെസ്റ്റ് എടുത്താൽ മാത്രം മതി. ടാബ്ലറ്റ്സ് കഴിക്കാനും തരാം. പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു. അഡ്മിറ്റ് ആക്കണ്ടേ? സംശയത്തോടെ റോഷൻ ചോദിച്ചു. അതിൻ്റെ ആവശ്യമില്ല. ബട്ട് ഇഫ് യു ഇൻസിസ്റ്റ്. വേണ്ട ഡോക്ടർ, ഞാൻ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്തോളാം, മാധുരി പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്ത് ടാബ്ലറ്റുകളും വാങ്ങി അവർ ന്യൂസിലൻഡിൽ തിരിച്ചെത്തി. നീ ഇവിടെ കുറച്ചു നേരം കിടക്ക്. ഞാൻ താഴെ പോയി കോഫി കൊണ്ടുവരാം. ഒരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട്, റോഷൻ പറഞ്ഞു. അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. താഴെ മിസ്സിസ് മാത്യൂസ് ഉണ്ടായിരുന്നില്ല. ജോലിക്കാരി സ്ത്രീ കുറച്ച് ബ്ലാക്ക് കോഫി ഉണ്ടാക്കിക്കൊടുത്തു. അവൻ അതും കൊണ്ട് മുകളിലേക്ക് വന്നു. ഇത് കഴിക്ക്. അലുമിനിയം ഫോയിലിനുള്ളിൽ നിന്ന് ടാബ്ലറ്റ് എടുത്ത് കോഫിയുമായി അവൻ കിടക്കയിലിരുന്നു. മാധുരി എഴുന്നേറ്റ് ടാബ്ലറ്റ് വാങ്ങിക്കഴിച്ചു. നിനക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണ്ടേ? വീണ്ടും കിടന്നിട്ട് അവൾ ചോദിച്ചു. പോകാൻ ധൃതിയില്ല. പോയിക്കോളൂ. നൗ ഐ എം ഓൾ റൈറ്റ്. ഐ എം ഫ്രീ അപ് ടു 5, അവൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. ഇഞ്ചക്ഷൻ എടുത്തിട്ടും കുളിരുണ്ട്. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ ടെമ്പറേച്ചർ താഴും. കുട്ടിക്കാലത്ത് പനി വരുമ്പോൾ മമ്മി എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ തണുപ്പറിയില്ല. റോഷൻ ഒന്നും പറഞ്ഞില്ല. നീ കുറച്ചു നേരം എൻ്റെ അടുത്ത് കിടക്കാമോ കെട്ടിപ്പിടിച്ച്? പനി കാരണം അവൾ പിച്ചുംപേയും പറയുകയാണെന്ന് അവന് തോന്നി. അവൻ്റെ ചിന്ത അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അല്ല റോഷി, എനിക്ക് നല്ല ബോധമുണ്ട്. നിന്റെ ശരീരത്തിൻ്റെ ചൂട് കിട്ടുമ്പം എൻ്റെ കുളിര് മാറും. റോഷൻ പിന്നെ മടിച്ചില്ല. അവൻ മാധുരിയെ കെട്ടിപ്പിടിച്ച് അവളുടെ കവിളിൽ കവിൾ ചേർത്ത് വെച്ച് നിശ്ചലനായി കിടന്നു. അധ്യായം 6. എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയുടെ പഴയ ഒരു ലക്കം തിരഞ്ഞ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിൽക്കുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് റീത വന്നത്. ഹായ് റീത, ലൈബ്രറിയിലുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ, അവൻ പറഞ്ഞു. സിദ്ധാർത്ഥ് എല്ലാവരെയൊന്നും കാണുകയില്ലല്ലോ, അവൾ പറഞ്ഞു. എന്തോ അർത്ഥം വെച്ചാണല്ലോ റീത ആ പറഞ്ഞത്. അവൻ അവളെയൊന്നു നോക്കി. അങ്ങനെ തോന്നിയോ? എങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. വിജയഭാവത്തിൽ അവൾ പുഞ്ചിരിച്ചു. വീക്ക്ലിയുടെ ഉദ്ദേശിച്ച ലക്കം സിദ്ധാർത്ഥിന് കിട്ടി. ഇനി അതിലുള്ള ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കണം. ഞാനൊരു മെയിൽ അയക്കാൻ വന്നതാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറും ഒഴിവില്ല. അപ്പോഴാണ് സിദ്ധാർത്ഥ് ഇവിടെ നിൽക്കുന്നത് കണ്ടത്, അവൾ പറഞ്ഞു. ആർക്കാണ് മെയിൽ? ബോയ്ഫ്രണ്ടിനാണോ? അവൻ കളിമട്ടിൽ ചോദിച്ചു. ആ പോസ്റ്റ് വേക്കൻ്റാണ്. അഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ അയച്ചേനെ, അവൻ പറഞ്ഞു. സിദ്ധാർത്ഥ് കളിയാക്കിയതാണെങ്കിലും എനിക്ക് സന്തോഷമായി. ദാ ഫോട്ടോസ്റ്റാറ്റ് റൂമിൽ ഭയങ്കര ക്യൂവാണ്. നമുക്ക് പോയി ഓരോ ചായ കുടിച്ചിട്ട് വന്നാലോ? ഗുഡ് സജഷൻ. എഗ്രീഡ്. അവർ ക്യാൻറ്റീനിലേക്ക് നടന്നു. ഇന്ന് മാധുരിയെ കണ്ടില്ലല്ലോ, അവൾ വന്നില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാൻ നോക്കിയില്ല സിദ്ധാർത്ഥ്. ഞങ്ങൾ 2 സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങാറുള്ളത്. ഇന്നലെ രാവിലെ 2 പേരും കൂടി ബൈക്കിൽ പോകുന്ന കണ്ടല്ലോ, അവൾ പറഞ്ഞു.
അവളുടെ ഒരു ആവശ്യത്തിനു വേണ്ടിയായിരുന്നു. വന്നപ്പം കുറേ ലേറ്റായി. റോഷന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, അവൾ പറഞ്ഞു. അവൻ തലതിരിച്ച് അവളെ നോക്കി. ആര് പറഞ്ഞു തന്നോട് ഇക്കാര്യം? ആരും പറഞ്ഞില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതാണ്. ഇന്നലെ മാധുരിയെ കാണാൻ റോഷൻ ന്യൂസിലൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. എപ്പം? 4 മണിയായപ്പോൾ. ക്യാൻറ്റീനിലെത്തി അവർ ഒരു മേശയ്ക്ക് ഇരുവശത്തുമായി ഇരുന്നു. 2 ചായ, റീത പറഞ്ഞു. എന്തു പറഞ്ഞു റോഷൻ? ഉത്കണ്ഠയോടെ സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാൻ പറഞ്ഞു താൻ രാവിലെ വന്ന് അവളുമായി പോയെന്ന്. അപ്പോൾ റോഷന്റെ മുഖത്തെ ഭാവമൊന്ന് കാണണമായിരുന്നു. വിളറി വെളുത്ത്. സിദ്ധാർത്ഥ് ചിന്താമഗ്നനായി. റോഷൻ സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ്. നാസയിൽ സയൻറ്റിസ്റ്റ് ആകണമെന്ന പുള്ളിയുടെ ആഗ്രഹം. ചായ വന്നു. മാധുരിയുടെ ഡാഡിയും മമ്മിയും അധികം വൈകാതെ വരും ഇല്ലേ? ഉവ്. മാര്യേജ് നടത്തി അവളെ കൊണ്ടുപോകാനാണ് അവർ വരുന്നത്. സിദ്ധാർത്ഥ് മിണ്ടിയില്ല. ചായ കുടിക്കൂ, അവൾ പറഞ്ഞു. അവൻ ചായ എടുത്ത് കുടിച്ചു. റിസർച്ച് കഴിഞ്ഞാൽ എന്താണ് തൻ്റെ പ്ലാൻ? റീത ചോദിച്ചു. ഒന്നും തീരുമാനിച്ചില്ല. വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? അവൻ ചോദിച്ചു. ഇത്തവണയും കൂടെ JRF എഴുതണം. പാസ്സായാൽ ഒരു കോളേജിൽ ജോലി ശരിയാകും. അല്ലെങ്കിൽ PhDക്ക് രജിസ്റ്റർ ചെയ്യും. കെട്ടിച്ചുവിടാൻ പ്ലാനൊന്നുമില്ലേ വീട്ടിൽ? ഒരു ചിരി വരുത്തി അവൻ ചോദിച്ചു. അതൊക്കെ ഒരു ബാധ്യതയാണ് സിദ്ധാർത്ഥ്. ഒറ്റയ്ക്കാണ് സുഖം. ഐ ലവ് ഫ്രീഡം. ഒരു ഫ്രണ്ട് ഉണ്ടാവുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഹസ്ബൻഡ് നോ. അവൾ ചിരിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞ് അവർ എഴുന്നേറ്റു. ഞാൻ പേ ചെയ്യാം, അവൾ പറഞ്ഞു. സിദ്ധാർത്ഥ് എതിർത്തില്ല. അവർ ക്യാൻറ്റീനിൽ നിന്നിറങ്ങി. ഞാൻ ലൈബ്രറിയിലേക്ക് ഇപ്പോൾ വരുന്നില്ല റീത, ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്, അവൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് വേണ്ടേ? അവൾ ചോദിച്ചു. വേണം, നാളെ മതി. തലകുനിച്ച് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന സിദ്ധാർത്ഥിനെ നോക്കി റീത ഒരു നിമിഷം പുഞ്ചിരിയോടെ നിന്നു. പിന്നെ അവൾ അലസമട്ടിൽ ലൈബ്രറിയിലേക്ക് നടന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തും മുമ്പ് സിദ്ധാർത്ഥിൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ റോഷനാണ്. സിദ്ധു, നീ എവിടെയാണ്? ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ ന്യൂസിലൻഡിൽ നിന്നാണ് വിളിക്കുന്നേ. നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാമോ? മാധുരിക്ക് പനിയാണ്. ഇതുവരെ ഞാൻ അവൾക്ക് കൂട്ടിരിക്കുകയായിരുന്നു. എനിക്കിനി ലാബിലേക്ക് പോകണം, റോഷൻ പറഞ്ഞു. ഞാൻ വരാം. അപ്പോൾ തന്നെ അവൻ ബൈക്കെടുത്ത് ന്യൂസിലൻഡിലേക്ക് ചെന്നു. അവൻ കോണിപ്പടികൾ കയറി ചെന്നപ്പോൾ മാധുരി കിടക്കുകയാണ്. റോഷൻ അടുത്ത കസേരയിലിരിക്കുന്നു. ഞാൻ രാവിലെ വന്നപ്പോൾ പനിച്ചു കിടക്കുവാണ്. പിന്നെ കൊണ്ടുപോയി ഡോക്ടർ മോഹൻദാസിനെ കാണിച്ചു. ടാബ്ലറ്റ്സ് കഴിക്കാനുണ്ട്, റോഷൻ പറഞ്ഞു. എന്നെ വിളിക്കാമായിരുന്നില്ലേ നീ തനിച്ച്? നമ്മൾ 2 പേരും കൂടെ എന്തിനാ മെനക്കെടുന്നതെന്ന് വിചാരിച്ചു. നമുക്ക് ടേൺ വെച്ച് ഇരുന്നാൽ മതിയല്ലോ. 6 മണിക്ക് ഒരു ടാബ്ലറ്റ് കൊടുക്കണം. ഞാൻ ലാബിലേക്ക് പോവുകയാണ്. താങ്ക്സ് റോഷി, മാധുരി പറഞ്ഞു. ഇവൾക്ക് ശരിക്ക് ബോധം വീണിട്ടില്ല സിദ്ധു. അതുകൊണ്ടാണ് ഇവൾ എന്നോട് താങ്ക്സ് പറയുന്നത്. റോഷൻ താഴേക്ക് ഇറങ്ങിപ്പോയി. അവനൊരു പാവമാണ് അല്ലേ? അവൾ ചോദിച്ചു. അതെ. കിടക്കയിലിരുന്നു കൊണ്ട് സിദ്ധാർത്ഥ് അവളുടെ കൈയെടുത്ത് പിടിച്ചു. അധ്യായം 7. പ്രൊഫസർ കുട്ടിക്കൃഷ്ണൻ്റെ മുറിയിൽ നിന്ന് മാധുരി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അദ്ദേഹം അവളെ വിളിച്ചു. മാധുരി. സർ. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഇരിക്കൂ, എനിക്കിനി വളരെ പേഴ്സണലായ ഒരു കാര്യം പറയാനുണ്ട്. അവൾ ഇരുന്നില്ല. മേശയുടെ എതിരെയുള്ള കസേരയുടെ പിന്നിൽ നിന്നു. യു ഹാവ് കംപ്ലീറ്റഡ് യുവർ റിസർച്ച് സക്സസ്ഫുള്ളി. മാധുരിയുടെ തീസിസിന് അപ്രൂവൽ കിട്ടാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇനി എന്താണ് മാധുരിയുടെ പ്ലാൻ? ഈ മാസം അവസാനം ഡാഡിയും മമ്മിയും വരും. എൻ്റെ മാര്യേജ് നടത്താനാണ് അവരുടെ വരവിൻ്റെ ഉദ്ദേശം. അവൾ അല്പം ഒരു ലജ്ജയോടെ പറഞ്ഞു. ഗുഡ്. എന്തെങ്കിലും പ്രപ്പോസൽ നിലവിലുണ്ടോ? കുട്ടിക്കൃഷ്ണൻ ചോദിച്ചു. അറിയില്ല സർ. അതൊക്കെ അവർക്കേ അറിയൂ. മാധുരിക്ക് അറിയുമോ എന്നറിയില്ല. എൻ്റെ സൺ പ്രശാന്ത് കാൺപൂർ IITയിൽ സീനിയർ ലെക്ചററാണ്. അവന് പറ്റിയ ഒരു വധുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അവൻ്റെ അമ്മ ഒരു ദിവസം മാധുരിയെ കണ്ടിട്ടുണ്ട്. അന്നു മുതൽ അവൾ നിർബന്ധിക്കുകയാണ്. മാധുരിയുടെ ജാതകം ഒന്ന് വാങ്ങിക്കാൻ അദ്ദേഹം പറഞ്ഞു. അവൾ മുഖം കുനിച്ചു നിന്നതേയുള്ളൂ. ഡാഡിയുടെ ഇമെയിൽ അഡ്രസ്സ് തന്നാൽ മതി, ഞാൻ കോണ്ടാക്റ്റ് ചെയ്തോളാം. എന്താ? അവൾ തലകുലുക്കി. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ കാർഡ് തരാം, അതിൽ അഡ്രസ്സുണ്ട്. മാധുരി അതൊന്ന് ഫോർവേഡ് ചെയ്തു കൊടുത്താൽ മതി. എന്താ? ശരി സർ. പ്രൊഫസർ കുട്ടിക്കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ അത് വാങ്ങി ബാഗിൽ വെച്ചു. ഇനി മാധുരി പോയിക്കൊള്ളൂ, അദ്ദേഹം അനുവദിച്ചു. അവൾ പുറത്തേക്കിറങ്ങി. വെളിയിൽ റോഷനും സിദ്ധാർത്ഥും കാറിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. നീ എന്താ ഇത്ര വൈകിയേ? റോഷൻ ചോദിച്ചു. കൃഷ്ണൻകുട്ടി എന്നെ പിടിച്ചു നിർത്തി. വിട്ടിട്ട് വേണ്ടേ വരാൻ? അവൾ പറഞ്ഞു. എന്താ കാര്യം? സിദ്ധാർത്ഥ് ചോദിച്ചു. പറയാം. നമുക്കാദ്യം തീസിസിൻ്റെ കോപ്പി വാങ്ങിക്കാൻ പോകാം, അവൾ പറഞ്ഞു. മാധുരി ബാക്ക് സീറ്റിൽ കയറി.
3 പേരുടെയും തീസിസുകൾ ടൗണിലുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിലാണ് DTP ചെയ്ത് ബുക്കാക്കാൻ കൊടുത്തിരിക്കുന്നത്. നാളെ അത് പ്രൊഫസറെയും ഗൈഡിനെയും കാണിച്ച് സർട്ടിഫൈ ചെയ്യിച്ച് PhD സെക്ഷനിൽ ഏൽപ്പിക്കണം. അതോടെ സകല ജോലിയും തീരുന്നു. റോഷൻ വണ്ടി മുന്നോട്ടെടുത്തു. കുട്ടിക്കൃഷ്ണൻ എന്താണ് പറഞ്ഞത്? റോഷൻ ചോദിച്ചു. എനിക്കൊരു കല്യാണാലോചന. 2 പേരും ഒരേ സമയത്ത് അവളെ തിരിഞ്ഞു നോക്കി. അയാൾക്കോ? അല്ല, പുത്രന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? സിദ്ധാർത്ഥന് ഉത്കണ്ഠയായി. അതൊന്നും എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലെന്ന് പറഞ്ഞു. റോഷൻ പെട്ടെന്ന് കാർ നിർത്തി. എന്താ റോഷി? മാധുരി ചോദിച്ചു. ഇപ്പം തന്നെ അയാളോട് ചോദിച്ചാലോ? അയാൾ പഠിപ്പിച്ചാൽ മതി, ബ്രോക്കർ പണി വേണ്ടെന്ന്. റോഷൻ്റെ രക്തം തിളച്ചു. അടങ്ങ് റോഷൻ, അയാൾ മോനു വേണ്ടി പെണ്ണാലോചിച്ചു, അതിൽ തെറ്റില്ല. പക്ഷേ മാധുരിക്ക് അയാളുടെ മോനെ വേണ്ട, ശരിയല്ലേ? അവളെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു. അതെ. അവൾ തലകുലുക്കി. സിദ്ധാർത്ഥിന് സമാധാനമായി. കാർ വീണ്ടും മുന്നോട്ട് നീങ്ങി. തന്നെയുമല്ല, നമ്മൾ ഇപ്പോൾ തന്നെ അയാളുമായി ഉടക്കുന്നത് ബുദ്ധിയല്ല. നാളെ തീസിസ് സർട്ടിഫൈ ചെയ്യിക്കാൻ ചെല്ലുമ്പോൾ അയാൾ ഒപ്പിട്ട് തന്നില്ലെങ്കിലോ? അവൾ പറഞ്ഞു. അത് ശരിയാണ്, റോഷൻ സമ്മതിച്ചു. കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെന്ന് 3 പേരും അവരവരുടെ തീസിസിൻ്റെ 5 കോപ്പികൾ വീതം വാങ്ങി. നാളെ നമ്മളിത് സർട്ടിഫൈ ചെയ്യിക്കുന്നു. നാളെ തന്നെ ഫീസടച്ച് വാല്യുവേഷന് സബ്മിറ്റ് ചെയ്യുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. എന്നെ കൊണ്ടുപോകാൻ മറ്റന്നാൾ രാവിലെ തറവാട്ടിൽ നിന്ന് കാർ വരും, മാധുരി പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ഒരു നേർത്ത നീറ്റൽ കിനിഞ്ഞു. അപ്പോൾ നാളെ ക്യാമ്പസിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, റോഷൻ പറഞ്ഞു. നമുക്കത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? സിദ്ധാർത്ഥ് ചോദിച്ചു. യെസ്, തീർച്ചയായും. പ്രോഗ്രാം ഇപ്പം തന്നെ ഫിക്സ് ചെയ്യാം, അവൾ പറഞ്ഞു. അവർ അപ്പോഴേക്ക് ന്യൂസിലൻഡിലെത്തിയിരുന്നു. തീസിസിൻ്റെ കോപ്പികൾ അവർ മാധുരിയുടെ മുറിയിൽ വെച്ചു. എന്നിട്ട് അവളുടെ കിടക്കയിലും കസേരയിലുമായി അവർ ഇരുന്നു. നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ വരുന്നു. എന്നിട്ട് 3 പേരും തീസിസ് സബ്മിറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു, റോഷൻ പറഞ്ഞു. എന്നിട്ട്? മാധുരി ചോദിച്ചു. എന്നിട്ട് നമ്മൾ ഹോട്ടൽ സവോയ് ഇൻ്റർനാഷണൽ ചെന്ന് ലഞ്ച് കഴിക്കുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു ഫിലിം കാണാൻ പോകുന്നു. 8 മണിക്ക് മുൻപ് കൂടെ ഇണയണം എന്ന കാര്യത്തിൽ മിസ്സിസ് മാത്യൂസിന് നിർബന്ധമുണ്ട്. 8:30 അവർ ഗേറ്റ് പൂട്ടും. അതുകൊണ്ട് മാറ്റിനിക്ക് പോകാം, അവൾ പറഞ്ഞു. എഗ്രീഡ്, റോഷൻ സമ്മതിച്ചു. നാളെ രാവിലെ ഞങ്ങൾ വരുന്നു നിന്നെ യാത്രയാക്കാൻ, സിദ്ധാർത്ഥ് പറഞ്ഞു. വേണ്ട, എനിക്ക് ചിലപ്പോൾ കരച്ചിൽ വരും, മാധുരി ഭയന്നു. എന്തിന്? ഇത് താൽക്കാലികമായുള്ള വിരഹമല്ലേ മധു, എന്തിനു ദുഃഖിക്കണം? സിദ്ധാർത്ഥ് ചോദിച്ചു. അതെ അതെ, അവൾ തലകുലുക്കി. സിദ്ധാർത്ഥും റോഷനും മടങ്ങിപ്പോകാൻ ഇറങ്ങുമ്പോൾ താഴെ നിന്ന് റീത കോണിപ്പടികൾ കയറി വരുന്നുണ്ടായിരുന്നു. അവൾ റോഷനെ നോക്കി പുഞ്ചിരിച്ചു. റോഷൻ, വിൽ യു ഡു മീ എ ഫേവർ? അവൾ ചോദിച്ചു. വിത്ത് പ്ലഷർ. എന്താണ് റീത? റോഷൻ ചോദിച്ചു. അവൾ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. നാളെ പറയാം. യൂണിവേഴ്സിറ്റിയിൽ വരില്ലേ? തീർച്ചയായും. റോഷനും സിദ്ധാർത്ഥും ചെന്ന് കാറിൽ കയറി. റീതയ്ക്ക് നിന്നിലൊരു കണ്ണുണ്ട് ഇല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു. ലെറ്റ് സി, ചിരിച്ചുകൊണ്ട് റോഷൻ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ ബൈക്ക് ക്യാമ്പസിലായിരുന്നു. റോഷൻ അവനെ അവിടെ കൊണ്ടുചെന്ന് വിട്ടു. പിറ്റേന്ന് രാവിലെ 2 പേരും ന്യൂസിലൻഡിലെത്തി. മാധുരി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. 3 പേരും തീസിസിൻ്റെ കോപ്പികളുമായി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. 3 പേരുടെയും ഗൈഡുകളും പ്രൊഫസർമാരും തീസിസുകളിൽ ഒപ്പിട്ടുകൊടുത്തു. അപ്പോൾ തന്നെ അവർ ഫീസടച്ച് അവർ PhD സെക്ഷനിൽ വാല്യുവേഷൻ ഏൽപ്പിച്ചു. മണി 12:30 അപ്പോൾ 3 പേരും റോഷൻ്റെ കാറിൽ ഹോട്ടലിലേക്ക് പോയി. മാധുരി വെജിറ്റേറിയനാണ്, റോഷൻ നോൺ വെജിറ്റേറിയനും. മാധുരിക്ക് കമ്പനി കൊടുക്കാൻ സിദ്ധാർത്ഥ് വെജിറ്റേറിയനായി. ഭക്ഷണം കഴിച്ച ശേഷം അവർ മാറ്റിനി സിനിമ കാണാൻ പോയി. അതൊരു ഹിന്ദി സിനിമയായിരുന്നു. മാധുരി മധ്യത്തിലും റോഷനും സിദ്ധാർത്ഥും അവളുടെ ഇരുവശത്തുമായിട്ടാണ് ഇരുന്നത്. സിനിമ തീരും വരെ സിദ്ധാർത്ഥ് അവളുടെ കൈയെടുത്ത് പിടിച്ചുകൊണ്ടിരുന്നു. സിനിമ കഴിഞ്ഞ് മാധുരിയെ അവർ ന്യൂസിലൻഡിൽ കൊണ്ടുചെന്ന് വിട്ടു. നാളെ രാവിലെ ഞങ്ങൾ വരാം, റോഷൻ പറഞ്ഞു. ശരി, മാധുരി പറഞ്ഞു. സിദ്ധാർത്ഥും റോഷനും തിരിച്ചുപോയി. മാധുരി കുളി കഴിഞ്ഞ് മുടിയുണക്കുമ്പോഴാണ് താഴെ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവൾ ജനാലയുടെ അടുത്ത് ചെന്ന് നോക്കി. സന്ധ്യ കഴിഞ്ഞിരുന്നു അപ്പോൾ. പക്ഷേ ടോപ്പ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൾ സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറി വരുന്നത് കണ്ടു. അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നു. എന്താ സിദ്ധു? അവൾ ചോദിച്ചു. നീ നാളെ രാവിലെ പോവുമല്ലേ? നിന്റെ ബിലോങ്ങിങ്സ് ഒക്കെ പാക്ക് ചെയ്യണ്ടേ? അവൻ ചോദിച്ചു. എല്ലാം കെട്ടിപ്പെറുക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ. നിന്നെക്കൊണ്ട് എല്ലാം പറ്റില്ലെന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് തോന്നിയേ. നിന്നെ സഹായിക്കാനാ ഞാൻ വന്നേ. താങ്ക്സ് സിദ്ധു, നീ എന്നെ ഓർത്തല്ലോ. മാധുരിയുടെ ബുക്കുകളും വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും 2 വലിയ സൂട്ട് കേസുകളിലും ബാഗുകളിലും ഒരു കാർഡ്ബോർഡ് പെട്ടിയിലുമാക്കാൻ സിദ്ധാർത്ഥ് അവളെ സഹായിച്ചു.
ഇനി എനിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാം. താങ്ക്സ് എ ലോട്ട്, അവൾ പറഞ്ഞു. ഒള്ളി താങ്ക്സ്, കുസൃതിയോടെ അവൻ ചോദിച്ചു. അവൾ അവന് ഒരു ഉമ്മ കൊടുത്തു. മതിയോ? മതി. സന്തോഷത്തോടെയാണ് സിദ്ധാർത്ഥ് മടങ്ങിപ്പോയത്. പിറ്റേന്ന് രാവിലെ അവൻ റോഷന്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് 2 പേരും കൂടിയാണ് ന്യൂസിലൻഡിലേക്ക് ചെന്നത്. അവർ ചെന്നപ്പോൾ പുറത്ത് ഒരു വലിയ കാർ കിടപ്പുണ്ടായിരുന്നു. അവർ കോണിപ്പടികൾ കയറി ചെന്നു. മാധുരിയുടെ മുറിയിൽ അപ്പോൾ സുമുഖരായ 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. 2 എത്തിയോ? ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു, സന്തോഷത്തോടെ മാധുരി പറഞ്ഞു. അവൾ ടൈറ്റ് ജീൻസിലും ടോപ്പിലുമായിരുന്നു. ശരിക്കും ഉല്ലാസവതി. സന്ദീപ്, ഇത് സിദ്ധാർത്ഥ്, മറ്റേത് റോഷൻ. ക്യാമ്പസിൽ ഇവരെൻ്റെ ഇടം കൈയും വലം കൈയുമായിരുന്നു. അവരെ അവൾ ഒരു ചെറുപ്പക്കാരന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ ബ്രദർ സന്ദീപ്. അയാളെ അവൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. സന്ദീപ് 2 പേരുടെയും കൈപിടിച്ചു കുലുക്കി. ഒടുവിൽ മാധുരി 2ാമത്തെ ചെറുപ്പക്കാരനെ സിദ്ധാർത്ഥനും റോഷനും പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ജയന്ത്, നാസയിൽ എഞ്ചിനീയറാണ്. സ്റ്റേറ്റ്സിൽ നിന്ന് ഇന്നലെ വന്നതേയുള്ളൂ. എൻ്റെ ഡാഡിയും മമ്മിയും എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന വരൻ. സിദ്ധാർത്ഥ് ഞെട്ടി. ഹലോ. റോഷൻ അയാളുടെ കൈപിടിച്ചു കുലുക്കി. സിദ്ധാർത്ഥും അയാളുടെ കൈപിടിച്ചു കുലുക്കി. എങ്കിൽ നമുക്കിറങ്ങാം. മിസ്സിസ് മാത്യൂസിനോടും റീതയോടും സിദ്ധാർത്ഥിനോടും റോഷനോടും യാത്ര പറഞ്ഞ് മാധുരി കാറിൽ കയറി. അവളുടെ കാർ മെല്ലെ മുൻപോട്ട് നീങ്ങി. കാഴ്ചയിൽ നിന്നും മറയും വരെ അവൾ കൈവീശി. അവരും കാറിൽ കയറുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ മുഖം റോഷൻ ശ്രദ്ധിച്ചത്. അവൻ്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. റോഷൻ, ഞാൻ അവളെ. അവൻ്റെ ശബ്ദമിടറി. ഡോൺ ബി സില്ലി. റോഷൻ അവനെ ചേർത്ത് പിടിച്ചു. കഥ ഇവിടെ പൂർണ്ണമാവുന്നു.